നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പഠിക്കാവുന്നതേ ഉള്ളൂ ഈ കുക്കിംഗ് ഒക്കെ. ഈ ബ്രേക്ക്ഫാസ്റ്റില് വിശാൽ ഇംപ്രസ് ആവും. ഇതോടെ നീ ഇൻ, പാർവതി ഔട്ട്. ഫയല് മടക്കി വെച്ച് ആഹാരം കഴിക്കൂ വിഷ്. അല്ല, ഇന്നാരാ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്? എന്താ രണ്ടുപേരുടെ നാവ് ഇറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, എന്നും ഇല്ലാത്തൊരു ടേസ്റ്റ്. നന്നായിരിക്കുന്നു. ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ആണോ? വിശാലിന് ഇഷ്ടമായെങ്കിൽ എന്നും ഞാൻ തന്നെ തയ്യാറാക്കിക്കോളാം. പാർവതി, 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 പാർവതി. എന്തിനാ അവളെ വിളിക്കുന്നേ? അവളും കൂടെ വരട്ടെ, അവളും കൂടെ ഇതൊന്നും പഠിക്കണമല്ലോ. വിശാൽ സർ, ഇന്നാരാ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയത്? പാർവതിയാണോ? അല്ല, ജാസ്മിനും അപ്പച്ചിയും കൂടിയാ. എന്നോട് പുറത്തു പോവാൻ പറഞ്ഞു. അത് പറ. ഇത് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് ബോധ്യാവുകയും ചെയ്തു. ഒരു ടേസ്റ്റും ഇല്ല. ഇഡ്ഡലി ആണെങ്കിലേ പാറക്കല്ല് പോലെ, ഒരു മയവും ഇല്ല. ഇഡലി ഉണ്ടാക്കിയതേ ആന്റിയാ. ആണോ? ആന്റി. അല്ല ജാസ്മിൻ, ആഹാരം രുചികരമാണെങ്കിലേ കൈപുണ്യം ഉണ്ടാവണം. കൈപുണ്യം ഉണ്ടാവണമെങ്കിലേ അമ്മയുടെ കൂടെ ചെറുപ്പത്തിലെ അടുക്കളയിൽ കയറണം. എന്റെ കൈപ്പുണ്യം അറിയണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കണം. അല്ലെ, ഈ ഇഡലി ആന്റി ഉണ്ടാക്കിയതാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പക്ഷേ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാ. ഇത് സാമ്പാറാണോ അതോ പച്ചക്കറി രസോ? ഉപ്പുമില്ല, മുളകുമില്ല, പരിപ്പാണെങ്കിൽ വെന്തിട്ടില്ല. ഉപ്പിട്ടത് ആന്റിയാ, ഞാൻ പിന്നെ തവി വെച്ചത് ഇങ്ങനെ ഇളക്കിയതേ ഉള്ളൂ. നീ കൂടുതൽ ഇളക്കാൻ നിൽക്കാതെ എടുത്തോണ്ട് പോയേ. സർ, പോവാൻ ധൃതിയില്ലെങ്കിൽ ഞാൻ ആഹാരം ഉണ്ടാക്കി തരാം. വിശാലിനെ കുറ്റം പറയാൻ പറ്റില്ല. നീ ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അത് ശരി, ഇപ്പൊ കൊച്ചക്കാരി ഞാൻ മാത്രമായില്ലേ? ഈ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് സൂപ്പറാ കിടലാന്നൊക്കെ തള്ളി മറിച്ചതാരാ? അപ്പ സൂപ്പറായിരുന്നു.
ചിലപ്പോ തണുത്തു പോയതുകൊണ്ടായിരിക്കും ഫ്ലോപ്പായി പോയത്. സാമ്പാർ ഫ്ലോപ്പ് ആയതിലല്ല എന്റെ സങ്കടം. പിന്നെന്താ നിന്റെ സങ്കടം? ആ പാർവതിക്ക് മുമ്പിലാ ഞാൻ ഇൻസൾട്ട് ആയത്. വിശാല് ചോദിക്കുക ഇത് സാമ്പാറാണോ രസമാണോന്ന്. എന്റെ തോലി ഉരിഞ്ഞു പോയി ആന്റി. ചുരുക്കി പറഞ്ഞ ഇംപ്രസ് ചെയ്യാൻ പോയിട്ട് ഉള്ള ഇംപ്രഷൻ കൂടി പോയി കിട്ടി. അങ്ങനെ ആ ക്രെഡിറ്റും പാർവതി ചുളുവിനെ അടിച്ചെടുത്തു. അങ്ങനെയൊന്നും തോൽക്കുന്നവളല്ല ഈ ജാസ്മിൻ. ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നോക്കിക്കോ ആന്റി, അവൾക്ക് ഞാൻ പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മോശമായ സ്ഥിതിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വടകൾ കൊണ്ടുപോയി വിശാൽ സാറിന് കൊടുക്കാം. പാവം വിശന്നിരിക്കായിരിക്കും. ഡി, ഈ എണ്ണയിൽ കുളിപ്പിച്ചെടുത്ത വടയാണോ നീ വിശാലിന് കൊടുക്കാൻ പോകുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയില്ലേ ഓയിലി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും വിശാൽ കഴിക്കില്ലാന്ന്? ഇതൊക്കെ കൊടുത്ത് വിശാലിന്റെ ഹെൽത്ത് പ്രോബ്ലം ആക്കാനാണോ നിന്റെ പ്ലാൻ? മനസ്സിലായില്ല. വിശാലിന്റെ ആരോഗ്യം നശിപ്പിച്ചാലേ നിനക്ക് സമാധാനാവുള്ളൂന്ന്. അയ്യോ, വിശാൽ സാറിന്റെ ആരോഗ്യത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഈ വടയിലെ എണ്ണമായി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആന്റി. ഉഴുന്നുവടയിലെ എണ്ണമായി മാറ്റുന്നത് സിമ്പിൾ പണിയല്ലേ? അത് ഇതുവരെ നിനക്കറിയില്ലേ? ശോ, കഷ്ടം തന്നെ പാർവതി. നീ വലിയ പാചകറാണിന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് പറഞ്ഞു താ അപ്പച്ചി, എങ്ങനെ മാറ്റുന്നേ? ഒന്നുമില്ല പാർവതി, പേപ്പർ കൊണ്ട് വട നന്നായിട്ട് അമർത്തിയാ മതി. ഓയിലെല്ലാം പേപ്പറിൽ പിടിച്ചെടുത്തോളും. അതോടെ വട സൂപ്പറാവും. അങ്ങനെ ചെയ്താ എണ്ണമായി മാറുമോ? മാറുമെന്നോ? സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. അതിന് പേപ്പർ എവിടെ ഇരിക്കുന്നേ? ഡൈനിങ് ടേബിളിൽ കാണും. ആ ഫയലൊക്കെ വെച്ചിരിക്കുന്ന കൂട്ടത്തിലെ അതിൽ കാണും. അവിടെ ഇല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞാ മതി. സാറ് പോയോ? വരുമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.